പ്രിയ കുട്ടികളെ, നമുക്ക് ക്യാഷ് ഫ്ലോയില് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അത് നമുക്ക് മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യൻ തരില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് NPBT കിട്ടിയാലേ നമുക്ക് ഓപ്പറേറ്റിംഗ് ആയാലും ഇൻവെസ്റ്റിംഗ് ആയാലും നമുക്ക് ഫിനാൻസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ NPBT നമുക്ക് തരാത്ത കേസിൽ നമ്മൾ NPBT ആദ്യം കണ്ടുപിടിക്കണം. അതായത് NPBT കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ക്ലോസിംഗിലെ സർപ്ലസും ഓപ്പണിംഗിലെ സർപ്ലസും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗിലെ സർപ്ലസിൽ നിന്നും നമ്മൾ ഓപ്പണിംഗിലെ സർപ്ലസ് മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ആൻസറിന്റെ കൂടെ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇന്ന് പഠിച്ചു വെക്കാം. നാളത്തെ എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഐറ്റംസേ വരുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഇന്ന് പഠിച്ചു വെച്ചോളൂ. ആ വരുന്ന ഐറ്റംസ് ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ ആഡ് ചെയ്യണം. ഏതിന്റെ? ക്ലോസിംഗിലെ ആൻസറിൽ, ക്ലോസിംഗിലെ സർപ്ലസിൽ നിന്ന് ഓപ്പണിംഗിലെ സർപ്ലസ് മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ കൂടെ നമ്മൾ ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ആഡ് ചെയ്യണം. ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഉണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്കോ ജനറൽ റിസർവിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ആഡ് ചെയ്യണം. മാത്രമല്ല പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ, ഇത്രയും നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. ഇതെല്ലാം നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി അതിന്റെ കൂടെ അതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യുന്ന ഐറ്റം, അതായത് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഡെബിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ് കേട്ടോ. ആഡ് ചെയ്യേണ്ട ഐറ്റത്തിലാണ് ഇത്രയും വന്നിരിക്കുന്നത്. ഇവിടം വരെ ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റം റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് നമ്മൾ മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഇൻകം ആണെങ്കിൽ നമ്മൾ അതും മൈനസ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ, നമുക്ക് ടാക്സ് ആണ് NPBT ആണ് നമുക്ക് വേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതാണ് നമുക്ക് വേണ്ടത്. അതിന്റെ കൂടെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും കൂടി വേണം. ഈ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഒരുപാട് കുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്താണെന്ന്. ഈ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് റെഗുലർ ആയിട്ട് വരുന്നതല്ല. അതായത് വല്ലപ്പോഴും സംഭവിക്കുന്ന എക്സ്പെൻസസും അതിൽ നിന്നും കിട്ടുന്ന ഇൻകവുമാണ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവം, ഭൂകമ്പം ഉണ്ടാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകാം, അതിൽ നിന്നും എന്തെങ്കിലും ക്ലെയിം കിട്ടാം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. റെഗുലർ ആയിട്ട് വരാത്തതായിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അത് മക്കൾ നോക്കിക്കോളൂ. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഡെബിറ്റഡ് എന്നോ അല്ലെങ്കിൽ എക്സ്പെൻസസ്. ഈ ഡെബിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പെൻസസ് ആണ്. അതായത് എക്സ്പെൻസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എക്സ്പെൻസസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. എക്സ്ട്രാ ഓർഡിനറി ഇൻകം ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കൂടി വേണം. ഹെഡിങ് കണ്ടോ? അതായത് NPBT ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ്. അപ്പൊ ഈ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും മക്കൾ ഓർത്താ മതി. ബിസിനസ്സിലേക്ക്, ആ സ്ഥാപനത്തിലേക്ക് വരണതൊക്കെ ഇല്ലേ, വരണത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പോണത് നമ്മൾ ആഡ് ചെയ്യണം. ഇത്രയും മക്കൾ ഓർത്തിട്ട് നാളെ എക്സാമിന് വെക്കോളൂ. നിങ്ങൾക്ക് ഒരിക്കലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കൺഫ്യൂഷൻ വരില്ല. പോകുന്നത്, ബിസിനസ്സിൽ നിന്ന് പോണത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ബിസിനസ്സിലേക്ക് വരണത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അത്ര ഓർത്താ മതി. അപ്പൊ നോക്കിയേ, അതിന് നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, ഓപ്പറേറ്റിംഗിൽ വരുന്ന എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഏതാന്ന് നോക്കിയേ. ഓപ്പറേറ്റിംഗിൽ വരുന്ന എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് അണ്ടർ, ഏതിലാ? തൊഴിലാളികൾ, എംപ്ലോയീസ് ഒക്കെ VRS എടുത്ത് പോകില്ലേ, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അനുസരിച്ച് എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ വരുന്നത് ഓപ്പറേറ്റിംഗിലാണ്. അപ്പൊ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഓപ്പറേറ്റിംഗിൽ വരാം, ഇൻവെസ്റ്റിംഗിലും ഫിനാൻസിംഗിലും വരാം. ഓപ്പറേറ്റിംഗിൽ വരുന്നതാണ് ഈ കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ്. ഇനി ഇൻവെസ്റ്റിംഗിൽ വരുന്ന എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആണ് ക്ലെയിം റിസീവ്ഡ് എഗെയിൻസ്റ്റ് ഡാമേജ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്തെങ്കിലും നമ്മൾ
അതിനെന്തെങ്കിലും ഡാമേജ് വന്നിട്ട് അതിൽ നിന്നും ക്ലെയിം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഭൂകമ്പം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് എന്തെങ്കിലും അസറ്റിന്, ഫിക്സഡ് അസറ്റിന് എന്തെങ്കിലും ഡാമേജ് വന്നു, അങ്ങനെ ഡാമേജ് വന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ക്ലെയിം ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുന്നത് ഇൻവെസ്റ്റിംഗിലായിരിക്കും. അതുപോലെ തന്നെ പേയ്മെന്റ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയർ കമ്പനി തന്നെ തിരിച്ചു മേടിക്കുന്നതാണ് ബൈബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. കമ്പനിയുടെ ഷെയർ എപ്പോഴെങ്കിലും നമ്മൾ മുടക്ക് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയർ കമ്പനി തന്നെ തിരിച്ചു മേടിക്കും. അങ്ങനെ തിരിച്ചു മേടിക്കുന്നതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഈ ബൈബാക്ക് ഓഫ് ഷെയർസിന് കൊടുക്കുന്ന പേയ്മെന്റ് ഫിനാൻസിങ്ങിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഈ മൂന്നെണ്ണത്തിൽ ഏതിൽ വേണമെങ്കിലും വരാം, ഇങ്ങനെ മാത്രമേ അതിൽ വരുള്ളൂ. ഈ ഐറ്റംസ് മക്കൾ ഓർത്ത് വെക്കാം. അപ്പൊ മക്കൾക്ക് ഇനി ആഡ് ആണോ ലെസ് ആണോ എന്ന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത് ബിസിനസ്സിലേക്ക് വന്ന ഐറ്റം ആണോ പോയ ഐറ്റം ആണോ എന്ന്. ക്ലെയിം റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടിയല്ലേ, ഫേമിലേക്ക് വന്നു, പൈസ വന്നേക്കാണ്. അപ്പോ വരുന്ന ഐറ്റം, ഫേമിലേക്ക് വരുന്ന ഐറ്റം നമ്മൾ മൈനസ് ചെയ്യും, ഫേമിൽ നിന്ന് പോകുന്ന ഐറ്റം നമ്മൾ ആഡും ചെയ്യും. അതാണ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം മക്കളെ. ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ എന്ന് പറയാൻ പോണേ കേട്ടോ. ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ അതായത് കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. അത് നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഫോർമാറ്റ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കണക്ക് ഒരെണ്ണം തരാൻ ഓർത്തിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്നത് സർപ്ലസ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗിലെ സർപ്ലസിൽ നിന്നും ഓപ്പണിംഗിലെ സർപ്ലസ് നമ്മൾ ആദ്യം മൈനസ് ചെയ്യണം. പിന്നെ നമുക്ക് അവർ തന്നിരിക്കുന്നത് ഡിവിഡൻഡ് പെയ്ഡ്, അതായത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഫോർ പ്രീവിയസ് ഇയർ ആണ് നമുക്ക് തന്നേക്കണേ. പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡ്. അപ്പൊ നമുക്ക് ഡിവിഡൻഡ് എപ്പോഴും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷമാണ് ആ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പൊ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ആഡ് ചെയ്യണം. ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ടു റിസർവ് നമുക്ക് തന്നിട്ടുണ്ട്, അതും നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ, അതും നമ്മൾ ആഡ് ചെയ്യണം. ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ട് റീഫണ്ട് ഓഫ് ടാക്സ് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിന് അതായത് എക്സ്പെൻസസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇൻവെന്ററി ഡ്യൂ ടു ഫയർ എന്നാണ് ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫയർ മുഖാന്തരം വന്ന ലോസ് നമ്മൾ ആഡ് ചെയ്യണം. ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ ലോസ് നമ്മൾ ആഡ് ചെയ്യണം. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം റിസീവ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഐറ്റം നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണാനും ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങളത് നല്ല ഭംഗിയായിട്ട് അത് മനസ്സിലാക്കാം. ഇതുപോലെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ സുഖമാണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ.